നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയ്ക്കുള്ള കൃത്യമായ മറുപടി ഓരോ ഘട്ടത്തിലും ഇന്ത്യ നൽകുന്നുണ്ട്. അത് പല രീതിയിലായിരുന്നാലും അത് നേരിട്ടുള്ള മറുപടിയായിട്ടും പരോക്ഷമായുമൊക്കെ കൃത്യസമയങ്ങളിൽ നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അതിർത്തി മേഖലകളിൽ സമാധാനം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ പല പാശ്ചാത്യ ശക്തികളും ശ്രമം നടത്തുന്നുണ്ട്. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്: എന്തിനു വേണ്ടി ചൈന അരുണാചലിനെ കണ്ണുവെക്കുന്നു? അക്കാര്യത്തിലുള്ള മറുപടി അടക്കം കൃത്യമായി ലഭ്യമാകുന്നു. രണ്ടും കൽപ്പിച്ചങ്ങനെ ഇന്ത്യൻ സൈന്യം അതിർത്തി സംഘർഷത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യോമ കര മേഖലകൾ ഉൾപ്പെടെ ശക്തമായ നിരീക്ഷണവും അതുപോലെ തന്നെ വികസനവും തന്നെയാണ് ഇതിനുള്ള മറുപടി. ചൈനയുമായിട്ടുള്ള ഭാവിയിലെ സംഘർഷം തന്നെ മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ നീക്കങ്ങൾ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. ഹിമാലയൻ മേഖലയിൽ വൻതോതിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. തർക്കപ്രദേശങ്ങളിൽ അതിർത്തി മേഖലകളിൽ സൈനിക വിന്യാസവും വിതരണ ലൈനുകളുമൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി റോഡുകൾ, തുരങ്കങ്ങൾ, എയർ സ്ട്രിപ്പുകൾ എന്നിവയൊക്കെ തന്നെ നിർമ്മിക്കുന്നു. അതിനുവേണ്ടി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കോടാനുകോടി ഡോളറാണ് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള 2200 മൈൽ നീളമുള്ള അതിർത്തി മേഖല LAC യഥാർത്ഥ നിയന്ത്രണ രേഖ ഏറെക്കാലമായി സംഘർഷത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി ഇത് മാറിക്കൊണ്ടിരുന്നു. എന്നാൽ അതിൽ നിന്നും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന മേഖലയാക്കി മാറ്റാനും വരുംകാല ഭീഷണികളെ തടയിടാനും വേണ്ടി തന്നെയാണ് സൈന്യം സജ്ജമായിരിക്കുന്നത്. 2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക തയ്യാറെടുപ്പിന്റെ നയതന്ത്ര ബന്ധത്തിലുണ്ടായ വിള്ളലിന്റെ അവസ്ഥയെ തന്നെ തുറന്നു കാട്ടി. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ നിതാന്ത ജാഗ്രത പാലിക്കുന്നു. ഭാവിയിൽ സമാനമായൊരു സാഹചര്യം വന്നാൽ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിൽ തയ്യാറെടുപ്പുകളും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി വിശകലനം ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചൈനയുടെ മെച്ചപ്പെട്ട റോഡ് റെയിൽ ശൃംഖല കാരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ സൈന്യത്തെ ചൈനയ്ക്ക് അയക്കാനായി കഴിഞ്ഞത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ പരിമിതമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള റോഡുകൾ കാരണം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ സൈനികരെ എത്തിക്കാനോ ആയുധങ്ങൾ എത്തിക്കാനോ കഴിയാത്തൊരവസ്ഥയൊന്നുണ്ടായി. ഒരാഴ്ച വരെ സൈനികരെ വിന്യസിക്കാനായി നമുക്ക് സമയമെടുക്കേണ്ടി വന്നു. നിമിഷങ്ങൾക്കകം ചൈന ചെയ്തത് നമുക്ക് ഒരാഴ്ചയിലധികം കാത്തിരിക്കേണ്ടി വന്നു. അന്നു മുതൽ തന്നെ ചിന്തിച്ചു തുടങ്ങിയതാണ് അതിർത്തി മേഖല ഭദ്രമാക്കാൻ, സുശക്തമാക്കാൻ ഏതൊക്കെ നടപടികൾ ആവശ്യം എന്നുള്ളത്. 2020 ആ അനുഭവം ഇന്ത്യയുടെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ചു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തന്നെ അത് കാരണമായി മാറിയെന്നാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അതിർത്തി മേഖലകളിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട അനിവാര്യത അന്ന് ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ തുറന്നു കാട്ടി. പൂർണ്ണമായൊരു നവീകരണം ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ ഇന്ത്യൻ ഭരണകർത്താക്കൾ ശരിവെച്ചു. ആ ഘട്ടത്തിലാണ് ഉയർന്ന പ്രദേശങ്ങളിലെ സൈനിക പോസ്റ്റുകളുമായും പ്രാദേശിക മേഖലകളുമായും ഒക്കെ തന്നെ ബന്ധിപ്പിക്കാനുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റിയെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ ആലോചിച്ചു തുടങ്ങിയതും പല പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാങ്സോ തടാക മേഖലയിലും പ്രവർത്തനങ്ങൾ വ്യാപകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയുടെ ലഡാക്കും ചൈനയുടെ ടിബറ്റും സ്വയംഭരണ പ്രദേശവുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഈ തടാക മേഖല ഏറെക്കാലമായി തർക്കവിഷയം ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. 2020 മുതൽ രണ്ടു രാജ്യങ്ങളും അവിടെ റോഡുകളും അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ തന്നെ വേഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തടാകത്തിന്റെ വടക്കൻ തെക്കൻ തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ചൈന ഈ അടുത്തായിരുന്നു പൂർത്തീകരിച്ചത്. ചൈനയുടെ സൈനിക നീക്കത്തിന് കൂടുതൽ എളുപ്പത്തിനാണ്, അത് കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമാണ്. ഒരൊറ്റ ഉത്തരം മാത്രം: അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെ ചൊല്ലിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം ഏറെക്കാലമായി മുറുകുന്നത്. അതിൻ്റെ കാലപ്പഴക്കം തന്നെ എടുത്തു പറയേണ്ടതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് പിന്നാലെ തന്നെ നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായി ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിൽ വിള്ളലേൽക്കുന്ന പല സംഭവങ്ങളും അതിർത്തി പ്രശ്നങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെയും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നതിന് മുന്നേ തുടങ്ങിയ പ്രശ്നം അത് ഇന്ന് വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലം ഇത്ര കഴിഞ്ഞിട്ടും അക്സായി ചിന്നിനെയും അരുണാചലിനെയും ചൊല്ലി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. അരുണാചൽ പ്രദേശിനെ ദക്ഷിണ ടിബറ്റ്, അതായത് ചൈനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ സംഗ്നാൻ എന്നാണ് ചൈന വിളിക്കുന്നത്. ഈ ഭൂപ്രദേശത്തെ പൂർണ്ണമായി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമാണ് ചൈനയ്ക്കുള്ളത്. ചൈനയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെ തങ്ങളുടെ ഭൂപ്രദേശ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്.
തായ്വാനുമായി നടക്കുന്ന സംഘർഷവും ഇതിനുദാഹരണമായി നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അങ്ങനെ ചൈന ഈ ഭൂപ്രദേശത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഇന്ത്യ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. നയതന്ത്ര തലത്തിൽ ഏറ്റുമുട്ടലിലേക്ക് അടക്കം അത് നയിക്കുന്നു. സൈനികപരമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും അത് തള്ളിവിടുന്നു. ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച അതിർത്തിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള ഈ തർക്കങ്ങളുടെ ഒക്കെ തന്നെ മൂലകാരണം. ബ്രിട്ടീഷ്, ഇന്ത്യ, ടിബറ്റ്, ചൈന എന്നിവരുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് 1913 ഷിംലയിൽ വെച്ച് അതിർത്തി ചർച്ചകൾ ആരംഭിച്ചത്. മാസങ്ങൾ നീണ്ട ചർച്ച. അതിന് പിന്നാലെ ചൈനയ്ക്കും ടിബറ്റിനും ഇടയിൽ, ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിലുള്ള അതിർത്തി ബ്രിട്ടീഷ് പ്രതിയായിട്ടുള്ള സർ ഹെൻറി മക്മഹോൺ നിർണ്ണയിക്കുകയായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ ചർച്ചയിൽ നിന്നും ചൈനീസ് പ്രതിനിധി ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബഹിഷ്കരിച്ചു. അവർ പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പുവെക്കുകയോ മക്മഹോൺ രേഖ അംഗീകരിക്കുകയോ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി മേഖല ഏറെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. എന്തായിരുന്നാലും അന്ന് ഹെൻറി മക്മഹോൺ ബ്രിട്ടീഷ് അതിർത്തിയും അതുപോലെ ടിബറ്റും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിച്ച് ടിബറ്റൻ പ്രതിനിധി അത് അംഗീകരിക്കുകയും ഇന്ത്യ അത് അതിർത്തിയായി ഇന്നുവരെയും നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെയും അതുപോലെ ടിബറ്റിനെയും വിഭജിക്കുന്ന രേഖയെ പിന്നീട് മക്മഹോൺ ലൈൻ എന്ന് അറിയപ്പെട്ടു. ഇന്നും ഇത് തന്നെയാണ് അതിർത്തിയായി ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത്. ഷിംല കരാർ ഒപ്പുവെച്ചെങ്കിലും 2 പതിറ്റാണ്ടിന് ശേഷവും മക്മഹോൺ രേഖ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ ഒന്നും തന്നെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1947 ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ മക്മഹോൺ രേഖയെ ചൈനയുമായിട്ടുള്ള അതിർത്തി എന്ന രീതിയിൽ തന്നെ കണക്കാക്കി. 1951 ഒക്ടോബർ വരെ ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിട്ടിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ മാവോ സേതുങ് സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി തന്നെ ടിബറ്റിനെ പിടിച്ചെടുത്തു. അന്ന് മുതലാണ് കളികൾ മാറി തുടങ്ങിയത്. ടിബറ്റ് അംഗീകരിച്ചതിനെ ചൈന അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ടിബറ്റ് തന്നെ ചൈനയുടെ ഭാഗമാണ്. പിന്നെ എങ്ങനെയാണ് ടിബറ്റിനെ തങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത്? ടിബറ്റിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി പറഞ്ഞതിനെ തങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത്? ഈ നിലപാട് തന്നെയാണ് വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്ന അവസ്ഥയുണ്ടായി. മക്മഹോൺ രേഖയെ അതിർത്തിയായി അതിനുശേഷം ഇന്നുവരെയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി ഏകപക്ഷീയമായി തീരുമാനിക്കാൻ ടിബറ്റിന് അധികാരമില്ല എന്ന വാദത്തിൽ ഇന്നും ചൈന ഉറച്ചു നിൽക്കുന്നു. 1959 ടിബറ്റിൽ ചൈനയുടെ നിയന്ത്രണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭമുണ്ടായത്. അന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമ അതിർത്തി കടന്ന് തവാങ്ങിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് ധർമ്മശാലയിൽ ടിബറ്റൻ പ്രവാസ സർക്കാരും സ്ഥാപിച്ചു. ഇതിനെ ചൊല്ലിയും ഇന്ത്യയുമായി ഏറെ തർക്ക വിഷയങ്ങളാണ്, ഏറെ പ്രകോപനപരമായ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത് കുറച്ച് വർഷങ്ങൾക്കിപ്പുറം 1962 അന്ന് ഒക്ടോബർ 20 ചൈനീസ് സൈന്യമാകട്ടെ തവാങ്ങിലേക്ക് കടന്ന് അതിർത്തിയിൽ ഒട്ടും തന്നെ സജ്ജമല്ലാതെ നിന്ന ഇന്ത്യൻ സൈനികർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പിന്നാലെ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തവാങ്ങിൽ നിന്നും ഇന്നത്തെ അരുണാചലിൽ നിന്ന് ചൈന സ്വമേധയാ പിൻവാങ്ങിയെങ്കിൽ പോലും അന്ന് ഇന്ത്യക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. കാരണം തന്ത്രപ്രധാനമായ മേഖലയായി കണ്ട അക്സായി ചിൻ അവരുടെ അധീനതയിലായി, അവരുടെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി അരുണാചൽ പ്രദേശിൻ്റെ ഒരു ഭാഗം മാത്രമേ, അതായത് തവാങ്ങിന് മാത്രമേ ചൈന അവകാശപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് അരുണാചൽ പ്രദേശിനെ മുഴുവൻ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന രംഗത്ത് വരികയായിരുന്നു. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണ ടിബറ്റ് എന്നാണ് ചൈന അരുണാചലിനെ മുഴുവനായും ഇപ്പോൾ വിളിക്കുന്നത്. തന്ത്രപ്രധാനമായ ആ സ്ഥാനത്തിന് പുറമെ വനം, ധാതുക്കൾ, ജലവൈദ്യുത പദ്ധതിക്ക് സാധ്യത ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ മേഖല തന്നെയാണ് അരുണാചൽ പ്രദേശ്. സൈനികപരമായി നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് പ്രതിരോധം തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭൂവിസ്തൃതി തന്നെയാണ് അരുണാചലിനുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനുമൊക്കെ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചൈന മുഴുവൻ സംസ്ഥാനവും ടിബറ്റിൻ്റെ ഭാഗമായി തന്നെ അവകാശപ്പെടുന്നതിനെ ഒരു തരത്തിലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയുന്നതേയല്ല. നയതന്ത്ര പ്രസ്താവനകളിലൂടെയും പ്രതീകാത്മക നടപടികളിലൂടെയും ഇന്ത്യയുടെ പരമാധികാരത്തെ ആവർത്തിച്ച് വെല്ലുവിളിക്കുന്ന ചൈനയ്ക്ക് പല സാഹചര്യങ്ങളിലും കൃത്യമായ മറുപടി ഇന്ത്യ നൽകി പോരുകയാണ്. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രകോപനപരമായ നീക്കങ്ങൾ, ആക്രമണമുണ്ടാകാം. അതൊരു യുദ്ധസമാനമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതിനെ അടക്കം നേരിടാനുള്ള തന്ത്രപ്രധാനമായ ഒരു മേഖലയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് തോൽവി തന്നെ ആയിരിക്കും സംഭവിക്കുക. ചൈന ഉയർത്തുന്ന സാധ്യമായ ഏത് ആക്രമണത്തെയും തടയാൻ വിവിധ തലങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാനുള്ള ഒരു മികച്ച സ്ഥലമായി അരുണാചലിനെ ഇന്നും നോക്കി കാണുന്നുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക വിന്യാസം നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ചൈന ഉയർത്തുന്ന ഈ ഭീഷണികളെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ്.
ഇന്ത്യ വലിയ തോതിൽ തന്നെ ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും എല്ലാ കാലാവസ്ഥയിലും സൈനിക നീക്കം സാധ്യമാക്കാൻ വേണ്ടി റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, റെയിൽ റോഡ് കണക്ടിവിറ്റി എന്നിവ ഒരുക്കിയിരിക്കുന്നു. പുറമേ തന്നെ സൈനിക താവളങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനം അടക്കം സജ്ജീകരിച്ചുകൊണ്ട് പ്രതിരോധം കനപ്പിച്ചിരിക്കുന്നു ഇന്ത്യ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.